കുറച്ചു ദിവസമല്ലേ കണ്ടിട്ട്. അതെ അതെ അതെ, ഭംഗിയായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. ആരീ പറയണേ? മിനിമം സൂപ്പറാണ് അല്ല, നമ്മുടെ അണ്ണനെ എപ്പോ ഇങ്ങനെ കൈക്കലാക്കി അതെനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ തമ്മിൽ അത്ര വലിയ ഫ്രണ്ട്സ് ഒന്നും ഞാനുണ്ടായിരുന്നപ്പോ അത്രക്കില്ലായിരുന്നു. ദേവദർശല്ലേ? രണ്ടമ്മമാര് ഇരിക്കണോ അവിടെ? ശരി, അപ്പം ഏഖില ഏത് പാടുന്നു? മഞ്ഞണിക്കൊമ്പിൽ. മഞ്ഞണിക്കൊമ്പിൽ. ഓ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. എന്തായാലും ഇത് ആരും കേട്ടിട്ടില്ലല്ലോ എന്ന് ഒരു മനുഷ്യൻ പറയത്തില്ല. ശങ്കർ പൂർണിമ ജയറാം, സൂപ്പർ സോങ് ആണ്. ജെറി അമൽദേവ്, അദ്ദേഹത്തിന്റെ അപാര പാട്ടുകളാണ്. മഞ്ചാടി കുന്നിൽ മണിമുകിലുകൾ ദൂരെ, അങ്ങനെ മിഴിയോരം നനഞ്ഞൊഴുകും, അങ്ങനെ ഇത്തരം പാട്ടുകൾ അതിനകത്ത്. ഇത് ജെറി സാറ്, ഞാൻ 2 പറഞ്ഞു, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ബാക്കിയും കൂടെ ലിറിക്സ് ബിച്ചു തിരുമല സാറ്, പാടിയത് ജാനകിയമ്മ. ഇയർ 1980. നമ്മുടെ ലാലേട്ടന്റെ അല്ലേ? ലാലേട്ടൻ വില്ലനായിട്ട് വരുന്നതാണ്. MG ചേട്ടൻ ഒരു കാര്യം കാണിക്കും ജോണി. ഇത് ഞാൻ കൂടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പറയാറുണ്ട്. അതിന്റെ ശരിക്കുള്ള അവതാരകനെ ഞാൻ വിളിക്കുകയാണ്. ഒരു അവതാരമാണ്, എന്നാ നമ്മുടെ ഗ്രൂമറാണ്. ശ്യാമപ്രസാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിനെ ഹൃദയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക. ഇതെന്നാ ശ്യാം ചേട്ടാ സംഭവം? MG അങ്കിൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അത് ഞങ്ങള് മുതലക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അമേരിക്കയില്. ഒന്നല്ല, പഴയൊരു സിനിമയില് ജോസ് പ്രകാശ് സാറ് മുതലക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു സംഭവം. എന്നിട്ട് അതുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇന്ററാക്ഷൻ ഉണ്ട്. അത് ഞങ്ങൾക്കും കേൾക്കണം. എന്ത് വരികടാ എന്റെ പക്കക്ക്? ഒരു ഉന്മേഷം ഇല്ലല്ലോ. കേറി വാ, കമോൺ. കേറി വാടാ വേഗം. ജോണി കൊതിയോ വാ വിളിച്ചിരിക്കുന്ന. അതിന്റെ ഇന്നൊരു പ്രത്യേക ഭക്ഷണ സാധനം കൊടുത്തിട്ടുണ്ട്, ഇതുവരെ കഴിച്ചിരിക്കില്ല. കമോൺ ഓൾ ഓഫ് യു. അമ്പടാ, അവനെ ഒറ്റയ്ക്ക് അടിച്ചോണ്ട് പോയല്ലോ. അതിന്റെ ഒരു മുതലെങ്ങനെ എടുത്തോണ്ടങ്ങോട്ട് ഓടും. ഞാൻ കൊടുക്കാൻ എന്റെ പക്കക്ക് എന്ന് പറയുമ്പോ ഇട്ടങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കും ജോണി സ്റ്റോപ്പ് ബ്ലഡി റാസ്കൽ, നിനക്ക് മാത്രം തിന്നാ മതിയോടാ, അവർ കൂടി കൊടുക്കടാ. എന്തായാലും പിങ്കി, നിനക്ക് ജോണിയെ പേടിയാണോ? അതായത് ലാസ്റ്റ് വഴക്കൂടാന്ന് ജോണി. ശ്യാമേടാ, നിങ്ങൾ ഈ ഗ്രൂമറേ, പിള്ളേരെ നിങ്ങൾ കാണുന്ന ഒരാളൊന്നും അല്ല. 2 മാസം ഒന്നിച്ച് ഇത് വന്നതേ ഉള്ളു അവിടുന്ന്. നല്ല ഒരു ഇങ്ങനെ ഒരു കഴിവ് ഞങ്ങൾ ഇപ്പോഴാ തിരിച്ചറിഞ്ഞ്. ഇനിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരും. നമുക്ക് ഇന്ന് തൊട്ട് മുതല ശ്യാം എന്ന് പേരിടാം. ഇതുവരെ ശ്യാം ഒരു മുതലാന്നല്ലേ കേട്ടുള്ളൂ. ഇനി തൊട്ട് മുതല ശ്യാം. അല്ല, ശ്യാം ഒരു മുതല. അത് കൊള്ളാം മതിയല്ലേ? ശ്യാം ഒരു മുതല. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഓൾ ദ ബെസ്റ്റ് ജോണി.
ആഹാ സബാഷ്. അഖിലക്കുട്ടി, ജഡ്ജസും ടെൻഷനിലാണ്, നമ്മളും ടെൻഷനിലാണോ? മാർക്കിന്റെ കാര്യത്തിൽ ഫിനാലേക്കൊക്കെ അടുത്തോണ്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പൊ കുറച്ച് ടഫാണ് നമ്മുടെ കോമ്പറ്റീഷൻ അല്ലേ? എന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. ഒറ്റയ്ക്കൊരു കൊമ്പിൽ കൂടും കൂട്ടി 1, ചൊടിയിണകളിൽ ക്ലാരിറ്റി ഓഫ് ദ വേർഡ്സ് 2, കണ്ണും കടക്കണ്ണും കഥ കൈമാറും നേരം നേരം 3, സിരകളിലെങ്ങോ ഒരു കല്യാണ മേളം 2 പ്രാവശ്യം പോയി. പിന്നെ ഇണയെവിടെ തുണയെവിടെ എന്നുള്ളതിന് പകരം ഇണയരികിൽ തുണയരികിൽ എന്ന് പാടി. അതൊരു മിസ്റ്റേക്കായിട്ട് നോക്കുന്നില്ല. എന്നാലും ചന്ദ്രികയെ കുഴപ്പമില്ല. അപ്പം ഇത്രയും വരുമ്പോഴത്തേക്ക് ഉള്ള മാർക്ക് വി ഡിസൈഡഡ് ടു ഗിവ് യു 97 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആദ്യ ഒരു ജെറി അമൽദേവ് പൂക്കുറ്റി.